right, left, left, right, left, left, right, left, left, right, left. കേരളത്തിന് അഭിമാനമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ഈ വാഹനത്തിൽ റെഡ് വോളണ്ടിയർമാരുടെ പരേഡും നടന്നുകൊണ്ടിരിക്കുകയാണ്. റെഡ് വോളണ്ടിയർമാരുടെ പരേഡ് പൂർണ്ണമായി മൈതാനത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിക്കും. അതിനു മുമ്പായിട്ട് 2 നടപടികൾ പൂർത്തീകരിക്കുകയാണ്. സ്വാഗതം ആശംസിക്കാൻ സ്വാഗത സംഘത്തിന്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി, നമ്മുടെ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ശ്യാംലാലിനെ ക്ഷണിക്കുന്നു. ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ 3 ദിവസക്കാലമായി മോദി ഏരിമാല ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള നഗരിൽ ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300 തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജില്ലയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനാവശ്യമായ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്ത് ഇന്ന് ഉച്ചയ്ക്ക് പ്രതി സമ്മേളനം അവസാനിക്കുകയും അതിന്റെ സമാപനം കുറിക്കുന്ന സമ്മേളനമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. മോദിയെ സംബന്ധിച്ചിടത്തോളം മോദിയിൽ ആദ്യമായിട്ടാണ് സജ്ജമായി KSRTC ബസ് സ്റ്റാൻഡിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ചേരാൻ കഴിയും. KSRTC എന്ന സ്വപ്നം ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം പൂർത്തീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സ്ഥാനത്താണ് എന്നത് നമുക്ക് എല്ലാവർക്കും മോദിയെ കഴിക്കുമ്പോൾ മോദിയെ പുനലൂർ പൂവാറ്റുപുഴ റോഡ് ഇതിന്റെ വികസനത്തിന്റെ ഓരോരോ മേഖലകളിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തക്ക വിധത്തിൽ പഴയ മോദിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 8 വർഷത്തെ കാലത്തെ മോദി എന്ന് അഭിമാനപൂർവ്വം വികസനം പറയാൻ കഴിയത്തക്ക വിധത്തിലുള്ള നേട്ടങ്ങളുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നത്. സൗകര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. സമ്മേളനം ഏറ്റെടുക്കാനുള്ള സാഹചര്യം നമുക്ക് ലഭ്യമാവുകയും അതേപോലെ തന്നെ മോദിയുടെ MLA ജയ് കുമാറിനോടുമുള്ള നന്ദി പ്രത്യേകം ഈ അവസരത്തിൽ നമ്മുടെ ആരോഗ്യമെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അതിന്റെ ഓരോ ചലനങ്ങൾ ശ്രദ്ധിക്കാനും
ആ ചലനങ്ങളിലെല്ലാം ഇടപെട്ട് ഈ കോളേജിന്റെ അംഗീകാരം നേടിയെടുക്കാനും ആ കോളേജ് യാഥാർത്ഥ്യമാക്കാനും എല്ലാം നമ്മളോടൊപ്പം നിന്ന സഖാവ് വീണ ജോർജ് ഹോസ്പിറ്റലിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ